ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബിക്കി കപ്പിൾസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ എത്തിയിട്ടുണ്ട്. അച്ഛാ കൂട്ടനൊന്ന് എല്ലാവരും നല്ല ഉറക്ക ക്ഷീണത്തിലാണ്ടതേക്ക് ആയിരിക്കണ അല്ലല്ല എനിക്ക് തന്നെ മാറിപ്പോട്ടെ അയിനാണ് അപ്പം ഞങ്ങളിന്ന് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഒരു ഉറക്കൊക്കെ ഇറങ്ങി ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടൻ ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോയിട്ടേ വന്നതാ. എന്തായാലും ഞാൻ പോയില്ല കേട്ടോ ഗൈസ്. ഞാനും അഞ്ചു ചേച്ചി വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പൊ ഇവര് പോയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും മാത്രം. കാട്ടുമട എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. അവിടെ ഞങ്ങൾ എല്ലാ വർഷവും പോവാറുണ്ട്. അപ്പോൾ അവിടെ പോയി തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് വരണ വഴിക്ക് ചേച്ചിയുടെ അമ്പലത്തിൽ ഉത്സവം വരുന്ന അവിടെ കയറി ഭക്ഷണം കഴിച്ചു അല്ലേ. വന്ന് കുറെ നേരം പിള്ളേരൊക്കെ ഒന്ന് ഉറക്കി. ഞങ്ങളിതാ ഇങ്ങനെ ചായ കുടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചല്ല അച്ഛാ. അപ്പൊ അച്ഛനെ കൊണ്ട് ചെലവഴിപ്പിക്കാം. വൈകുന്നേരം എന്തായാലും ഫുഡ് വെക്കണ്ടല്ലോ, ഞങ്ങൾക്ക് പുറത്ത് പോകാലോ ചോദിക്കല്ലേ. ഇന്ന് അച്ഛൻ്റെ വകയാണ് ചെലവടക്കി. അച്ഛൻ്റെ വക ഞങ്ങൾ ചെലവ് ചെയ്യിപ്പിക്കാറുണ്ട്. എന്തൊന്നും പറയാത്തെ? ഒന്നും പറയാനില്ലേ? അപ്പൊ കുട്ടൻ ഫുഡ് ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത് അല്ലേ? ഫുഡ് ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കും. അച്ഛൻ ഫുഡ് ഉണ്ടാക്കി തരാം, നമുക്ക് ഇത് കഴിക്കേണ്ടവരുണ്ട്. അച്ഛൻ എന്തൊരു ഉണ്ടാക്കി തരാം മോളെ? എന്നാലും പറ, അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നിട്ടാ? നമ്മളിവിടെ അധികം ഉണ്ടാക്കാത്തൊരു സാധനമാണ് ചപ്പാത്തി എന്നുള്ളത്. ഒരു 10 എണ്ണം വെച്ച് എല്ലാവരും കഴിക്കും. കഴിക്കില്ലേ? ചപ്പാത്തി കഴിക്കും. അപ്പൊ എന്നിട്ടാ അപ്പൊ അതന്നെ ഉണ്ടാക്കാം അല്ലേ? അപ്പൊ അഞ്ചു ചേച്ചി ഇല്ല. അഞ്ചു ചേച്ചി ഞങ്ങൾ മിസ് ചെയ്യുന്നു ഗൈസ്. അതല്ല എന്നിട്ട് ഫുഡ് ചപ്പാത്തി ഉണ്ടാക്കാം. ചിക്കൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടുള്ള പണിയില്ല. വേറെ നമ്മളെ കയ്യിൽ പുതിയ യന്ത്രങ്ങളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം. ചായയോട് വേണ്ടി ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം. നിങ്ങളപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഇതിലാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോണത്. നോക്കി ഇങ്ങോട്ട്. ഇത് നമ്മുടെ അഗാരോന്റെ റോയൽ സ്റ്റാൻഡ് മിക്സർ ആട്ടോ. അപ്പൊ ഇതിലാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വളരെ സുഗമമാണ് അല്ലേ? നമ്മളിത് കൈ നനയ്ക്കേണ്ട, മാവിൽ മുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. യൂസ് ചെയ്യേണ്ട. അച്ഛൻ വിചാരിച്ചു ഞാൻ തയ്യൽ പഠിക്കാൻ പോവാണോ? അല്ല, ഞാനും ഈ സാധനം നേരിട്ടിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളു. അപ്പൊ നമ്മള് ഇതിലാണ് ഇന്നത്തോട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി എന്നും രാവിലെ ചപ്പാത്തിയാണ് കുട്ടനെ. ഇതിൽ ചപ്പാത്തി മാത്രമല്ല മറ്റു പല സാധനങ്ങളും ഉണ്ടാക്കാം. കേക്കിന്റെ ബാറ്റർ ഉണ്ടാക്കാം. അതേപോലെ മറ്റേ കേക്കിന്റെ ബാറ്റർ കേക്ക് ഉണ്ടാക്കില്ല വെച്ചാൽ അതിന്റെ മറ്റേ മാവ് കുഴക്കാം. പിന്നെ വിപ്പിംഗ് ക്രീം ഒക്കെ കേക്കിന്റെ മുകളിൽ ഇങ്ങനെ പറ്റുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ നല്ല പൊതിക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ കുറച്ച് വേണ്ട. അപ്പൊ ഇതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഞാൻ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ 8 സ്പീഡ് സെറ്റിംഗ് ആണ് ഉള്ളത്. 100 വാട്ടിലാണ് ഇത് പ്രവർത്തിക്കുക. അത് മാത്രമല്ല 100% കോപ്പർ വൈൻഡിങ് ആണ്. ഈ ലെഡ് താഴത്തേക്ക് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ 3 ടൂൾസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 5 ലിറ്ററിൻ്റെ ബൗളാണ് കേട്ടോ. ഈ ബൗൾ നമുക്ക് ഇതിൻ്റെ ലോക്ക് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ 3 ടൂൾസ് ഏതൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാട്ടോ ഡഫ് ഹുക്ക്, അതായത് ചപ്പാത്തി, റൊട്ടി എന്നിവയുടെ മാവ് ഒക്കെ കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് വിസ്കർ, നമ്മുടെ കേക്കിൻ്റെ മുകളിലെ ക്രീമൊക്കെ ഇല്ലേ, അത് വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബീറ്റർ, നമ്മളെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മൂടി വരുന്നുണ്ട്, അതായത് ഇത് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതൊക്കെ തയ്യാറാക്കുമ്പോൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കിച്ചണൊക്കെ എന്താ പറയുക ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറിച്ച് പോകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയാണ്. ഇനി നമ്മൾക്ക് നേരെ ചപ്പാത്തിയിലേക്ക് കിടക്കാം അല്ലേ? അത് തന്നെ ഇത് നമുക്കിത് ഊരാം. അപ്പോൾ നമ്മളുടെ ചപ്പാത്തിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ 4 പേർക്ക് ആവശ്യത്തിനുള്ള മാവ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട്, കാരണം ചപ്പാത്തി എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ച് അധികം മാവ് എടുത്തോളം അച്ഛൻ പറഞ്ഞു. പിന്നെ കുറച്ച് മാവ് നീക്കി വയ്ക്കാനും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ആ ബൗള് സെറ്റ് ചെയ്യാണ്, നമ്മുടെ മെയിൻ യൂണിറ്റിലേക്ക് സെറ്റ് ചെയ്യാണ്. പിന്നെ അതിൻ്റെ ടൂള് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ടൂളിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡഫുക്കാണ്. ഇതാണ് നമ്മൾ ചപ്പാത്തിയും റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് മാവ് കുഴയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഇതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കറിയാലോ എന്തോരം വേണമെന്ന്, അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്ത് ജസ്റ്റ് അതൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ
ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടോ. ഇതാണ് അച്ഛൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അപ്പോൾ അതിനുശേഷം അത്യാവശ്യം ചൂടുള്ള വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ചൂടുള്ള വെള്ളത്തിലാണ് നമ്മൾ മാവ് കുഴയ്ക്കാറ്. അപ്പോൾ ഇത്രേശ്ശെ ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചീശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് കറങ്ങിയിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ അതേ നമ്മുടെ മാവ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടടിച്ചിരിക്കുക കേട്ടോ. ശരിക്കും വണ്ടണി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. ശരിക്കും ചപ്പാത്തി മാവ് എന്താ പറയുക നന്നായിട്ട് എല്ലാ വശത്തും വെള്ളം ഒക്കെ ആയി കുഴഞ്ഞ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിയേട്ടന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ എടുക്കണേക്കാളും മുന്നേ നമ്മൾ ആ ടൂൾ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് എടുത്ത് നോക്കാം. നല്ലതായിട്ടാ, ലേശം വെള്ളം കൂടെ വേണമായിരുന്നു. പൊടി വെള്ളം കൂടെ വേണമായിരുന്നു. നമുക്ക് ആദ്യമായിട്ടുള്ള നമുക്ക് ഇപ്പൊ നോക്കുന്നുണ്ട്. ശരി, പിന്നെ എന്തിനായാലും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും എന്തിനായാലും നന്നായിട്ട് ഞാൻ നാളെ കടലിക്ക് റവ എന്നത് റെഡിയാണ്. അപ്പോൾ കൈ ചപ്പാത്തിയൊക്കെ ഇനി ഇതേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കട്ടെ. ഒരു അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കട്ടെ. ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം, വാങ്ങിച്ചോ. അപ്പോൾ കൈസ് നമ്മുടെ ചപ്പാത്തി പരിപാടിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നീൽച്ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനും കൂടിയിട്ട് ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നീൽച്ചേട്ടനാണെങ്കിൽ കാലത്ത് നമ്മളെ കൃഷിക്കൊന്നും നനച്ചിട്ടില്ല. അപ്പോൾ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൃഷിക്കൊക്കെ നനയ്ക്കണമെന്ന്. വൈകുന്നേരമായി. പിന്നെന്താ, അപ്പോൾ നമ്മളിതൊരു 2 കിലോ ചിക്കൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നീൽച്ചേട്ടൻ 65 ഉണ്ടാക്കണ മസാലയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ പക്ഷേ ചെയ്തിട്ടുള്ളത് 1.5 കിലോ ചിക്കന് ആണ് ഈ ഒരു പൊടി. എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ലേ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ മസാല ഒക്കെ ഒന്ന് പരട്ടി വെക്കണം. അപ്പോഴേക്കും നിഖിൽച്ചേട്ടൻ അവിടെ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളുടെ കൂടെ കൂടാൻ പറയണം. അല്ല ചാ, ഞാൻ എന്തായാലും ഇത് കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ. വേഗം നടന്നു. നമ്മുടെ 2 ചെക്കന്മാർ ഉറങ്ങായിരുന്നു കേട്ടോ. കൃത്യസമയം നോക്കിയിട്ട് നമ്മുടെ അല്ലിമോൾ എണീറ്റിട്ടുണ്ട്. ഒരാളെ എണീറ്റിട്ട് അമ്മരം കയ്യിൽ നേരത്തെ ഇരിക്കുന്നുണ്ട്. ഇനി ഇവനെ ഞാൻ എന്ത് ചെയ്യും? നിഖിൽച്ചേട്ടാ ഞാൻ കൊടുക്കാം അല്ലേ ഇങ്ങോട്ടെ. Okay, bye bye. See you. ടാറ്റ കൊടുത്ത അമ്മയ്ക്ക്. ടാറ്റ കൊടുത്തേ. ടാറ്റ. അമ്മയ്ക്ക് ടാറ്റ കൊടുക്ക് ഗീതു. ടാറ്റ. ടാറ്റ. ഹായ് പറഞ്ഞേ. ഹായ്. നമ്മളപ്പോൾ ചിക്കൻ കഴുകി കാല് മാത്രം ഒന്ന് വരിഞ്ഞ് വെക്കാം കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ മസാലയും പിടിക്കാൻ വേണ്ടി കാലൊന്ന് വരിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ 65ന്റെ മസാല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ചെയ്തത്. ഇല്ല, ഇത് വാങ്ങിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അല്ല എനിക്ക് ഇല്ല. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 1.5 ഗ്രാം ചിക്കന് കഷ്ണങ്ങളാക്കി ചൂടുവെള്ളത്തിൽ 1.5 ഗ്രാം ചിക്കൻ അല്ല, 1.5 കിലോ ചിക്കനാണ്. ആ പക്ഷെ ഇതിൽ നോക്കിയേ 1.5 ഗ്രാം ചിക്കൻ 1500 ഗ്രാം. ഓ സോറി, ഞാൻ 1.5 വായിച്ചത് തെറ്റില്ലല്ലോ. അതിലൊന്നരാന്ന് വായിക്കും. ചൂടുവെള്ളത്തിൽ കഴുകി 65 മസാല 30 മിനിറ്റ് പരട്ടി വെക്കാനാണ് വേണ്ടുള്ളത്. അതിനുശേഷം ചെറുതീയിൽ എണ്ണയിൽ വറുത്തെടുക്കുക. പിന്നെ പ്രത്യേകം വേണ്ടിട്ട് നമ്മുടെ ചിക്കൻ കൂടുതലാണെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്തൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി പോകല്ലേ. എന്താവാ എന്തോ ഫുള്ളും ഇടാണെങ്കിൽ കൊട്ടേട്ടാ. പിന്നെ ഇതിലേക്ക് എന്നിട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യാം. കുറച്ച് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പം നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം മുളക് പൊടി നന്നായിട്ടുണ്ട്. ഉപ്പോ ഉണ്ടോ? നല്ല ഉപ്പുണ്ട്. ഞങ്ങളിത് അടിപൊളിയായി വറുത്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ലാത്തൊരു ടേസ്റ്റ് ഇങ്ങനെ കിട്ടിയില്ല. വറുത്തത് ഞാൻ അറിയാൻ എങ്ങനെയുണ്ട് അല്ലോട്ടാ. കാലത്ത് പിടിക്കുമോ? അപ്പോൾ എനിക്ക് ഇതിൻ്റെ മസാല ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് വലിയൊരു ഫീൽ ചെയ്തില്ല. ഭർത്തതിന് ശേഷം നമുക്ക് നോക്കാം. ഉപ്പും മറ്റേ
ഇതൊക്കെ ഇട്ട് ഒരു സംഭവം മാത്രമായിട്ട് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ചപ്പാത്തിയിലെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ഉണ്ട പിടിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് ഞാൻ ഉരുട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നിഖിൽ ചേട്ടൻ പപ്പക്കായ തോല് കളയാൻ ചെന്ന് കുത്തിരിക്കുകയാണ് ഹാളിൽ. ഒപ്പം കളിയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ പപ്പക്കായാണ്. മധുരം ഉണ്ടോയെന്നൊക്കെ നമുക്ക് ചെത്തിക്കഴിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പോൾ നല്ല പഴുത്ത പപ്പക്കായാണ്. അപ്പോൾ നമ്മുടെ അയിനൂസും അല്ലൂസും അടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവൻ കഴിക്കുന്നു എവിടെ. ഇതൊന്നും അവർ ഫ്രൂട്ട്സും സംഭവങ്ങളൊന്നും അവർ കഴിക്കില്ല. ആകെ കഴിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ണി മാത്രമാണ് ഒരു കഷ്ണം അവർ കഴിക്കുക. അപ്പോൾ ഗെയ്സ് ഞാൻ അതിനിടയിൽ കൂടെ പോയി നമ്മുടെ ഈ പപ്പക്കായ അല്ലെങ്കിൽ പപ്പായ അതൊക്കെ ചെത്തി റെഡിയാക്കിയിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജ്യൂസ് അടിക്കണം. മധുരം കുറച്ച് കുറവാണ്. വലിയ പപ്പക്കായാണെന്ന് മാത്രമേ ഉള്ളൂ മധുരം കുറച്ച് കുറവാണ്. കുറച്ച് മധുരം ഇടാം. അത് കഴിഞ്ഞിട്ട് ജ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിയും അതേപോലെ തന്നെ ചില്ലി ചിക്കനും റെഡി ആവുകയാണ്. സോറി, ചിക്കൻ 65. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. സോറി മിസ് ചെയ്യൂ. ഹലോ, ഇവിടെ നല്ല ചപ്പാത്തി വറുത്തല്ല ഉണ്ടോ? അതാണ്. യെസ്, ആവശ്യത്തിന് ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ ജ്യൂസ് അങ്ങോട്ട് റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ യെസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കണം, കളറൊക്കെ ഒന്നുമില്ല. ഇത് സെറ്റായാൽ മതിയായിരുന്നു. വറുത്ത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ചപ്പാത്തി ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വറക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിക്കണം. സോറി, ഓയിലല്ല, വെളിച്ചെണ്ണ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മൾ. അത് വേഗം വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടി കഴിക്കാം. ഓക്കെ, പണിയെടുക്കണം. ഇത് ആദ്യമായി പണിയെടുക്കുന്നു ഗൈസ്, പണിയെടുക്കുന്നു. നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചേട്ടൻ ചിക്കൻ ഇടാൻ പോവാണ്. കൈപോളാണ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ആൾക്കാര് തിരിഞ്ഞിട്ട് ഇവിടെ എല്ലാരും റെഡിയാ. ചിക്കനായി എന്ന് പറഞ്ഞപ്പോ ഓടി എത്തിയിരിക്കുകയാണ്. എന്റെ ചിച്ചനാ അച്ഛനോട് ചോദിച്ചേ. ഇതാ ചൂടാറിട്ടാ. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് വരാനുള്ള പരിപാടിയാ. ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെ ടേസ്റ്റ് നമ്മള് വറുക്കണ പോലെ അതോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് കുത്തില്ല, കുത്തുന്നല്ല, ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ആണ്. അതില്ല. പക്ഷെ നമ്മൾക്ക് സാധാരണ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ഒരു മാത്രം ടേസ്റ്റ് ഉണ്ട്. ഭയങ്കരമായിട്ട് വേർതിരിക്കണ്ടല്ലേ. അടിപൊളി. നമ്മള് ഫൈനൽ ലൈക്ക് ദിസ്. അപ്പൊ കൂട്ടാൻ എന്താ ചെയ്യാൻ പോവാ? ഭംഗി കൂട്ടാൻ വേണ്ടി, മൂടി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു? പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും അരിഞ്ഞ് ചെയ്യാൻ പോകുന്നു. പൊളിച്ചുണ്ടല്ലോ അത്. പച്ചമുളക് വെളുത്തുള്ളി വേപ്പില. കാരണം അതെനിക്ക് ലാസ്റ്റ് കൂട്ടിന് വേണ്ടിയുള്ള പരിപാടി ചെയ്തിരിക്കുന്നുണ്ട്. അതനുസരിച്ച് വെളുത്തുള്ളി ഇത് കുറച്ചിട്ടുണ്ട്. ഇത് വൃത്തിയാക്കിയിട്ട് തൊണ്ട് കുറച്ച് വേണം ഇതിൻ്റെ അകത്ത്. എന്നാലാണ് അതിൻ്റെ മുരിഞ്ഞിട്ടുള്ളൊരു കിട്ടുക. തൊണ്ട് കളയില്ല, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് കുഞ്ഞു ഉള്ളിട്ട് ചതച്ചെടുക്കണം. നമ്മൾ അല്ലാണ്ട് വേറെ മിക്സിട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ച് കഴിഞ്ഞ് ഇനി പച്ചമുളകാണ്. ഒരു പച്ചമുളക് 3 ആക്കി കണ്ടിക്കുക, അങ്ങനെ നീളത്തിൽ. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇത് കണ്ട ഇത് പറഞ്ഞു ഭംഗി കിട്ടും. അതിൻ്റെ ഒരു രുചി കിട്ടുക. അപ്പോൾ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് കഴിഞ്ഞ് വെളുത്തുള്ളി ചതച്ച് കഴിഞ്ഞു. ഇനി വേപ്പില നമ്മൾ എന്നുവെച്ചാൽ ഈ ഇല അടച്ചു വെക്കണം. വേപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ മതി. ഇങ്ങോട്ട് കഴുകി വിട്ടിട്ടുണ്ട്. ഇതിങ്ങനെയായി
കുറച്ച് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത് വറുത്ത് വരാൻ പോകണ്ടിരിക്കാൻ. മണക്കിട്ട് ഓടി വന്നതാ. അതിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇനി നമ്മൾ വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഇട്ട് നോക്കിക്കാൻ പറ്റുള്ളൂ. അത് പുറത്തേക്ക് പോകും അല്ല എന്താ ചപ്പാത്തി വറുക്കാൻ പറ്റിയല്ലോ. നെക്സ്റ്റ് നമ്മൾ വേപ്പില ലാസ്റ്റ് അപ്പൊ ഗൈസ് നമ്മള് ഫൈനലായിട്ട് മിക്സിങ്ങിലേക്ക് കിടക്കാണ്. നമ്മൾ 65ന്റെ ഇടാൻ പാടില്ല തണച്ചൻ പറഞ്ഞത്. അടച്ചു വെക്കാൻ പറ്റിയ അല്ലേ? അപ്പോൾ ചിക്കൻ്റെ എല്ലാ പരിപാടിയും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ചപ്പാത്തിക്ക് കിടക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി കുറച്ച് റഫായിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഇത്ര നേരമായില്ലേ ഗൈസ്. അപ്പം നമ്മൾ ഫൈനലായിട്ട് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി കുറച്ച് നേരം വെച്ചതിൻ്റെ പേരിൽ അത്യാവശ്യം ഹാർഡായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പാപ്പ തിന്നാണെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം കണ്ട് തിന്നാണെങ്കിൽ നല്ല റഫായിരിക്കും കേട്ടോ. വില്ലൻ 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 അല്ലേ. അപ്പൊ നമുക്ക് അച്ഛനോട് കൊടുക്കണം. അച്ഛന് വിഷ്ണു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് നമുക്ക് എന്തായാലും ഒരു ചപ്പാത്തി ചപ്പാത്തി വെച്ചിട്ടുണ്ട്. അയ്യോ ഇത് കഴിച്ചിട്ടുണ്ട്. മൂന്ന് ചപ്പാത്തി വെച്ചില്ല ചപ്പാത്തി just to give an example, when I did this on our own, I was sort of more the defensive, holding that ball, and he was the one who generally searched for the wickets, and so we all in partnership like that. Similar to what we see here on display. യൂസ് Not sure what I was trying to tell the radar show is like sometimes in T20 cricket because you don't stand it over because you have teams that you have teams. If people to have an attacking mindset to get wickets, you go good deliveries which end up giving you wickets. You end up going പപ്പായയിലെ good deliveries to minimize damage which ഇന്നത്തെ നമ്മളെ ഭക്ഷണം നമ്മൾ തന്നെ പുറത്തു പോയി കഴിക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ റെഡിയാക്കിയത് വളരെ സ്വാദിഷ്ടമായിട്ട് നന്നായിട്ടുണ്ട്. അപ്പം അച്ചാച്ചൻ്റെ കൂടെ 2 സുട്ടുമണികളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചപ്പാത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. അപ്പം അച്ഛനാണെങ്കിൽ പതുക്കെ തിന്നാണ്. അച്ഛന് വേഗം എന്താ പറയുക ചവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പതുക്കെ തിന്നാണ്. അമ്മ അതിൻ്റെ ഇടയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ 65 ചപ്പാത്തി എല്ലാം റെഡിയായി. സമയം ഒത്തിരി ആവുകയും ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, അതിനിടയിൽ പിള്ളേർ കാര്യങ്ങളെല്ലാം ഇടച്ചിൽ പിടിച്ചിലൊക്കെ ആയിപ്പോയില്ല. അതാണ്. അപ്പം ഞങ്ങളാണെങ്കിൽ ഫൈനലായിട്ട് കഴിക്കാനുള്ളത്. അച്ഛനും കഴിച്ചു, അമ്മ പഴവും അതുപോലെ തന്നെ എന്താണ് കഴിച്ചത്, മാങ്ങ ഉണ്ടായത്. അതന്നെ മാങ്ങ അതൊക്കെയാണ് കഴിച്ചത്. ഞങ്ങൾ നേരെ എടുക്കാണ്ട് ഞങ്ങൾക്കുള്ളത് ഒരു 3 ചപ്പാത്തി വെച്ച് എടുത്തിട്ടുണ്ട്. 65 അപ്പോൾ സെറ്റ് ചെയ്തത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താ പറയാനുള്ളത് എല്ലാവരുടെ അടുത്തും? അയ്യോ വെളിച്ചം കാണുന്നില്ല. ഇത് 2 ലെഗ് പീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അച്ഛന് കൊടുക്കാൻ മറന്നു ഞാൻ. കീത്ത് കഴിച്ചോട്ടെ എന്തായാലും.
അപ്പൊ അച്ഛനെടുത്തോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അച്ഛനായാലും പോണ്ട, എന്തിനാണ് എല്ലാ ദിവസവും നമ്മൾ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ പുറത്ത് പോയല്ലേ കഴിക്കണം എന്നുള്ള പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ നിലവിൽ ഇപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ ആക്കിയത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആരെങ്കിലൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ ഇത്? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലവ് യു ഓൾ, ബൈ ബൈ, ടാറ്റാ, കിതു ബൈ. No, 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 no. Alludiക്കല്ലേ. വായോ ഇങ്ങോട്ട് വാ, ചിക്കൻ തരാം. നീ അത് നോക്കണെന്തിനേ? ഈ നേരെ നോക്ക്. കാലം ചെറുതായിട്ട് ചാക്കരുത് വേണ്ട.